ഹായ് ഹലോ നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ബ്യൂട്ടിഫുൾ ഫാമിലിയാണ്. ഈ പുഴയും കടന്ന് ഒരു ബ്യൂട്ടിഫുൾ ലവബിൾ ഫാമിലിയുടെ ഒരു സ്റ്റോറിയാണ്. ആക്ച്വലി ഞാൻ എൻ്റെ ബേസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഐ എം പ്രെറ്റി ഷുവർ നമ്മുടെ ഓഡിയൻസിന് ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് അവരെ പരിചയപ്പെട്ടാലോ? എല്ലാ ഫാമിലിയിലും നടക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. മെയിൽ ഓറിയന്റഡ് ഓർ ഫീമെയിൽ ഓറിയന്റഡ് എന്നല്ല, കുടുംബ കഥയാണ്. ഇനി ചോദിച്ചാ ഞാൻ സത്യം ഇരുന്നിട്ട് എല്ലാ കഥയും പറയും. എവരിവൺ ഷുഡ് ബി ഇൻഡിപെൻഡന്റ്. ഇറ്റ് ഈസ് വെരി ഡിഫറെന്റ്. ഹായ് വെൽക്കം ടു ദ ഷോ. ഹായ്. സോ എന്തുണ്ട് വിശേഷം? പുതിയ സീരിയലൊക്കെ സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെ പോകുന്നു? ഷൂട്ടൊക്കെ നല്ല അടിപൊളിയായി പോകുന്നു. ഷൂട്ടിംഗ് ഒക്കെ സൂപ്പറായി പോകുന്നുണ്ട്. ദിസ് ടു ഷാൽ പാസ് എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് ആണല്ലോ. അപ്പം ഇമോഷണലി റിലേറ്റഡ് ആണോ, എങ്ങനെയാണ് ഇതിന്റെ സ്റ്റോറിയുടെ ത്രൂ ഔട്ട് സോൾ എങ്ങനെയാണ് പോകുന്നത്? ഇതിപ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺസ് ആണല്ലോ. അപ്പോൾ ഈ ഫാമിലിയുടെ ഒരു സ്റ്റോറി പ്രിറ്റി മച്ച് റിലേറ്റബിൾ ആണ്. എല്ലാ ഫാമിലിയിലും നടക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. നമ്മളെല്ലാവരും ആ ഒരു ഇമോഷൻസ് ആണ് എല്ലാവരും പോകുന്നത്. അതുകൊണ്ട് ഐ എം വെരി ഷുവർ ഓഡിയൻസിന് ഇത് നല്ല റിലേറ്റബിൾ ആയിരിക്കും എന്ന്. അച്ഛനും കുറേ അംബിഷ്യസ് മക്കളും എന്നുള്ളൊരു ഇതാണ് ഞങ്ങൾക്ക് ടീസർ കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഇത് ഫാമിലി ഓഡിയൻസിന് എങ്ങനെ റിലേറ്റബിൾ ആയിരിക്കും? അച്ഛൻ ഇതിനു വേണ്ടി എന്ത് ഫീൽ ചെയ്തു? ഹൗ കുഡ് യു കണക്ട് വിത്ത് ദ റോൾ? ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഈ സീരിയലിലേക്ക് ഞാൻ വന്നത് തന്നെ. യഥാർത്ഥത്തിൽ ഞാനൊരു സീരിയലിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കാത്തൊരു കക്ഷിയായിരുന്നു. പക്ഷെ എന്നെ വിളിച്ചത് അപ്സരയാണ്. അപ്സര വിളിച്ച് ഇതിൻ്റെ കഥയൊക്കെ പറഞ്ഞു തന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒറ്റ വാക്കിൽ തന്നെ ഞാൻ ആദ്യത്തെ വിളിയിൽ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ വന്നപ്പോഴും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവരെല്ലാവരുമായിട്ട് നല്ല കമ്പനിയായി. സ്വന്തം മക്കളെ പോലെ തന്നെ ഇവരെ മിസ് ചെയ്യുമ്പോൾ പ്രയാസമുണ്ട്. ചില സന്ദർഭങ്ങൾ നമ്മളിത് ഓരോ എപ്പിസോഡ് പൂർത്തിയാകുമ്പോൾ പോകുമല്ലോ. അപ്പോൾ അപ്പോഴും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു കുടുംബ കഥയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാനിതിൽ ജോയിൻ ചെയ്തത്. സോ ഓരോരുത്തർക്കും അച്ഛനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം ഞാൻ തന്നെ പറയാല്ലേ, മൂത്ത മകള് അപ്പോൾ മൂത്ത മകളായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഞാൻ എന്ന് ഞാൻ തന്നെ അങ്ങ് ഡിക്ലെയർ ചെയ്യാണ്. അച്ഛനും അല്ലേ, ഞാനല്ലേ ഫേവറേറ്റ്? പഠിക്കുന്ന പോലെ. അപ്പോൾ ഇല്ല, അത് പറയുന്നുണ്ട്, അച്ഛന്റെ ഫേവറേറ്റ് ആണ് മൂത്തതെന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട്. അതെ, അങ്ങനെയാണല്ലോ എല്ലാവർക്കും അല്ലെ. മൂത്ത ആളായിട്ട് കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കും. അപ്പോൾ അച്ഛനായിട്ട് വളരെയധികം ക്ലോസ് ആണ്. അച്ഛനോടാണ് എല്ലാം ഷെയർ ചെയ്യുന്നത്. ബിക്കോസ് അച്ഛൻ ദൂരെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അമ്മേനെക്കാട്ടിലും കുറച്ചും കൂടി ക്ലോസ് അച്ഛനോടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ക്യാരക്ടർ. സോ ഇമോഷണലി വളരെയധികം കണക്റ്റഡ് അച്ഛനായിട്ടാണ്. സോ ഹരിത ഭയങ്കര സ്വീറ്റ് ആയിട്ട് പറഞ്ഞു. അടുത്ത രണ്ടാമത്തെ മകൾ. എൻ്റെ പേര് ഗോമതി പ്രിയ. ബട്ട് ഈ സീരിയലിനകത്ത് കാവേരി. സോ അച്ഛനും നമ്മളും നല്ല ഒരു ബോണ്ടിങ്ങിലായിരിക്കും. ഞാൻ ഇതിൽ കുറച്ച് ഒരു ടോം ഗേൾ പോലെ തന്നെ ക്യാരക്ടർ ഗേളായിട്ട് ഇരിക്കും. ചിലപ്പോൾ ഒരു ചില കാര്യങ്ങൾ ബോൾഡായിട്ട് ചെയ്യുമ്പോൾ ഒരു ആൺ ഇങ്ങനെ ഏറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും. ആൻഡ് അച്ഛന് വളരെ സപ്പോർട്ട് ചെയ്യും. ലൈക്ക് നീ ചെയ്യുമ്പോൾ അച്ഛനക്ക് എല്ലാ പെൺകുട്ടികളല്ലേ, ആൺകുട്ടികളില്ല. സോ അത് ഇല്ലാതെ കുറേ ഇല്ലാതെ നമ്മളങ്ങനെ വളർത്തി ബോൾഡാക്കി എടുത്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ. കമ്മിങ് ടു മൂന്നാമത്തെ ആൾ. അച്ഛൻ ഇപ്പം ഷൂട്ടിലല്ലാത്ത സമയത്ത് നമ്മളുടെ അടുത്ത് എങ്ങനെയാണോ, രണ്ടും ഒരുപോലെയാണ്. ഞങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഭയങ്കര സ്നേഹമാണ്. കൂട്ടത്തിൽ ഇളയത് ഇതാണ്, ഏറ്റവും ഇളയത്. പക്ഷേ അച്ഛൻ എന്ത് സ്നാക്സ് മേടിച്ചാലും കൊണ്ടുവന്ന് തരുന്നത് എനിക്കായിരിക്കും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ വരുമ്പോഴേ ഞാൻ പറയും അച്ഛൻ്റെ ബാഗ് തപ്പും. അച്ഛാ, അത് അച്ഛൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും ബാഗ് തപ്പുന്നുണ്ട്. അച്ഛൻ്റെ കുസൃതി കൊടുക്ക നിളയാണ് ഞാൻ സ്വയം വിശേഷിപ്പിക്കപ്പെടുന്നു. നമ്മൾ അഭിനയിക്കുന്നതെന്ന് നമുക്ക് ഈ സീരിയലിൽ അഭിനയിക്കുമ്പോൾ മനസ്സിലാവില്ല. ശരിക്കും ഒരു ഫാമിലി പോകുന്ന പോലെയാണ് ഫീൽ ചെയ്യുക. പിന്നെ അച്ഛനുമായിട്ടൊരു പ്രത്യേക ബന്ധമുണ്ട്, ജീവിക്കുന്ന പോലെ അല്ലേ? നമുക്ക് ഒരു നമ്മളുടെ ശരിക്കുള്ള ഫാമിലിയാണ്. ചേച്ചിമാര്, അച്ഛൻ, അമ്മ, ഇതെല്ലാം നമ്മളെ സ്വന്തമാണേ ഇത് തോന്നത്തുള്ളൂ. ഇപ്പം ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഗ്രേറ്റ്. ഇനി അമ്മയുടെ സൈഡ് എന്താണ് ഫീൽ ചെയ്യുന്നത് ഇവരുമായിട്ടുള്ള ബോണ്ടും കാര്യങ്ങളും? ഇപ്പൊ അച്ഛനാണ് അവർക്ക് കൂടുതൽ, അച്ഛനോട് അവർക്ക് ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലാണ്. കാരണം അച്ഛൻ ദൂരെയാണ്. അമ്മ എന്ന് വെച്ചാൽ അമ്മ എപ്പോഴും ദിവസേന വീട്ടിലുണ്ട്. എപ്പോഴും അമ്മ ഇവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യും.
എപ്പോഴും കൺട്രോളിങ്. ഇവര് അച്ഛൻ ഇവരുടെ നല്ല മുഖം മാത്രമേ കാണുള്ളൂ, ഇവരുടെ എല്ലാ സ്വഭാവം എല്ലാ വൃത്തികളും കാണുന്നത് ഞാനാണ്. അപ്പോൾ ഞാനിവരെ ഉപദേശിക്കുന്നു, അടിക്കുന്നു, വഴക്ക് പറയുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് വഴക്ക് പറയേണ്ട അവസ്ഥ ഉണ്ടാക്കുന്ന ഒരാളാണ് ആയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തലവേദന ഉള്ളൊരു കുട്ടിയാണത്. അപ്പോൾ അതുകൊണ്ട് അതാണ്. അപ്പം മൊത്തത്തിൽ ഇവരെപ്പോഴും ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നത് കൊണ്ട് ഇവർക്ക് പൊതുവേ എന്നോട് ഇച്ചിരി അകലം കൂടുതലാണ്. സോ നമ്മുടെ ഓഡിയൻസ് കാണുമ്പോഴും അവർക്ക് പേരൻസ് ആയിരിക്കുമല്ലോ കൂടുതലും കാണുന്നത്. അവർക്ക് ഈ കുട്ടികളുടെ ഡ്രീംസ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആസ് എ പേരൻസ്? എല്ലാ വീടുകളിലും പെൺകുട്ടികളോട് അച്ഛന് കുറച്ച് കൂടുതൽ ഇത്. ഇവിടെ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് കൂട്ടില്ല. എനിക്കൊരു അല്ല, അമ്മയ്ക്ക് സ്നേഹം അച്ഛനോടാ. അല്ല, അമ്മേനെ വിഷമിക്കണ്ടേ, ഇവരെല്ലാരും കല്യാണം കഴിച്ചു. അപ്പൊ ഈ ഇളയ മോളുണ്ട്. അതിനെയാണ് ഏറ്റവും അതാണ്. അതല്ല, ഇനി ഇവർക്കൊക്കെ ആമ്പിള്ളേർ വരുമല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ആൺകുട്ടികളുടെ സ്നേഹം എനിക്ക് അപ്പം അങ്ങനെ കിട്ടും. അപ്പൊ ഇവരോട് ഞാൻ അങ്ങനെ പകരം വീട്ടാന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്താണ് കൊണ്ടുപോകും, സെപ്പറേറ്റ് ആവണം. പക്ഷെ എന്നിരുന്നാലും അമ്മയോട് സ്നേഹമുള്ള കുട്ടികൾ തന്നെയാണ്. പിന്നെ അമ്മ വഴക്ക് പറയുന്നതുകൊണ്ടുള്ള ഒരു ആ സമയത്തുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഭയങ്കര സ്നേഹമുള്ള കുട്ടികൾ തന്നെയാണ്. സോ റിയൽ ലൈഫിൽ നമ്മൾ പല ഫാമിലി സിറ്റുവേഷൻസും സ്ട്രഗിൾസും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലെ സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഞാൻ റിയൽ ലൈഫിൽ ഞാൻ ഓൺലി ചൈൽഡാണ്. എനിക്ക് സിബ്ലിങ്സ് ഇല്ല. ഇതിൽ വന്നപ്പോൾ 3 എണ്ണം. അപ്പോൾ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഉറപ്പായിട്ടും ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. പക്ഷെ എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല അനിയത്തിമാരായതുകൊണ്ട് ഇതുവരെ പ്രശ്നമൊന്നുമില്ല. ഏറ്റവും നല്ല അനിയത്തിയാണ് 4ാമത്തത്. ചേച്ചി അത് ഞാൻ പറയണ്ടേ? മൂന്നാമത്തെ. കുഴപ്പമില്ല. വളർന്നു വരുമ്പോൾ വഷളാവുന്നുണ്ട് അങ്ങനെ. സോ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. എനിക്ക് എൻ്റെ ഓൺ സിസ്റ്റേഴ്സ് പോലെ തന്നെ ഫീൽ ചെയ്യാറുള്ളത്. സോ യു കമ്മിങ് ഫ്രം എ തമിഴ് ഇൻഡസ്ട്രി, ഇവിടെ ഇവരുമായിട്ടുള്ള ബോണ്ട് എങ്ങനെയാണ്? ഞാൻ ഇത് എൻ്റെ 2ാമത്തെ പ്രോജക്റ്റ് മലയാളത്തിൽ. ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു, അതുകൊണ്ട് മലയാളം പഠിച്ച് ഇവിടെ എല്ലാവരും എന്നെ ഏറ്റെടുത്തു. സോ തമിഴ് ഞാൻ എന്തെങ്കിലും പ്രൊണൗൺസിയേഷനിൽ മിസ്റ്റേക്ക് പറഞ്ഞാൽ പഠിപ്പിച്ച് തരും, കളിയാക്കും. അത് പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ പുള്ളിക്കാരി ചേച്ചി വിളിക്കാൻ രസമാണ്. ഗംഗാ ചേച്ചി, ആ ചേച്ചി എനിക്ക് ഭയങ്കര അവിടെ ഭയങ്കരമായിട്ട് ഞാൻ പോലും പലപ്പോഴും വിളിക്കുന്നത് അങ്ങനെയാണ്. ഭയങ്കര രസമാണ്, ഭയങ്കര ക്യൂട്ടാണ് അത് കേൾക്കാൻ. പലപ്പോഴും പല വേർഡ്സ് ഇവർ പറയുമ്പോൾ നമുക്കത് ഭയങ്കര രസമാണ്. ലാംഗ്വേജ് കുറച്ച് ബാഡായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഓക്കെ, പറയാൻ പറ്റില്ല, നമുക്കത് നന്നായി മാനേജ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ക്യാച്ച് ചെയ്യുമ്പോൾ എല്ലാം. ഓ താങ്ക് യു. സോ എനിക്ക് അത്ര ഡിഫിക്കൽട്ടായിട്ട് ഒന്നും തോന്നിയിട്ടില്ല. എല്ലാവരും നന്നായിട്ട് എന്നെ കംഫർട്ടബിൾ ആക്കി. ആക്ടിങ്ങിലും ഓക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഇത് ചെയ്യണം, ഈ ഡയലോഗ് ഇങ്ങനെ പറയണു. നമ്മൾ വായിക്കുന്നത് അങ്ങനെ തന്നെ പ്രോംപ്റ്റ് ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ലല്ലോ. കുറച്ച് നമ്മൾ ലോക്കലായിട്ട് ലൈക്ക് മിങ്കിളായിട്ട് ലൈവായിട്ട് പറയുമ്പോൾ ഡയറക്ടർ സാർ കുറച്ച് പറഞ്ഞു തരും. നിഷാ ചേച്ചി പറഞ്ഞോളൂ എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ വിളിക്കണേന്ന് എന്തായാലും. സോ ഇവർ കുറേ ഇൻപുട്സ് ഒക്കെ കൊടുക്കും. ലൈക്ക് നമ്മൾ ലുക്ക് കാണുന്ന രീതിയിൽ വിലക്ക് ക്യാരി ചെയ്യുന്നത് ആൻഡ് ചെറിയ ചെറിയ ഡയലോഗ്സ് ആൻഡ് ഫണ്ണി കണ്ടന്റ് വരുമ്പോഴത്തേക്ക് അമ്മ അതിൽ എക്സ്പെർട്ട്. ലൈക്ക് ഉപ്പുമുളകും ആയതുകൊണ്ട് ഫണ്ണി ആയിട്ട് അത് എങ്ങനെ ഡെലിവർ ചെയ്യണമെന്ന് ഫുള്ളാ നല്ല പഠിപ്പിച്ചു തരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ സീരിയലിൽ ഭയങ്കര ഒരു പ്രോമിനന്റ് ഇമോഷണൽ ക്യാരക്ടറാണ് അല്ലേ? സോ സാറിന് ആണോ? അത് ഞാൻ ടീച്ചർ കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. സോ ആ റോൾ പ്രേക്ഷകർ അത് കണ്ടിട്ട് പറയട്ടെ. ഉറപ്പായിട്ടും. സോ ആ റോൾ ഈ സ്റ്റോറീനെ എങ്ങനെയാണ് സ്ട്രോങ് ആക്കുന്നത്? അതിപ്പോ ഞാൻ പറയില്ല, കൊന്നാലും പറയില്ല. അത് കഷ്ടമായി പോയി. എന്നാലും എന്തെങ്കിലും അല്ല, അത് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സീരിയൽ കാണുക എന്നുള്ളതാണ് നമ്മളൊരു ആവശ്യം. ഓക്കെ. അപ്പോൾ അത് കണ്ട് ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടാൽ അവരൊരു അഭിപ്രായം പറയുമല്ലോ. എന്തായാലും ഇതിൻ്റെ കമൻസൊക്കെ ഉണ്ടാവും എന്തായാലും അല്ലേ? അപ്പോൾ ആ കമൻസിൻ്റെ കൂട്ടത്തിൽ ആ കമൻസ് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും അഭിപ്രായം. ശരി, ഓക്കെ. അച്ഛൻ്റെ സ്വപ്നങ്ങൾ മക്കളുടെ ജേർണിയിൽ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നില്ലേ? അതെന്ത് ഫീൽ ചെയ്യുന്നു? സ്വാഭാവിക ഒരു കുടുംബമാകുമ്പോൾ ആ കുടുംബത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും, പ്രതീക്ഷകളുണ്ടാവും. അപ്പോൾ ആ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ പൂവണിയുമ്പോഴാണ്
അച്ഛനും അമ്മക്കും ഒക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാവുക. അപ്പോൾ ആ വഴിക്ക് അവർ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 4 പെൺകുട്ടികളാണ്. പക്ഷെ മുമ്പ് നമ്മൾ ആരോഗ്യവകുപ്പ് മന്ത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട്, പെണ്ണായാലും എന്താ കുഴപ്പമെന്ന്. അപ്പോൾ ആ പെണ്ണായാലും എന്താ ഒരു കുഴപ്പമില്ല, പെണ്ണായാലും അവർ ജീവിച്ചു പോകും, നല്ല നിലയിൽ അവർ മുന്നോട്ട് പോകും എന്നതിനൊരു ചിലപ്പോൾ അതിനൊരു ഇൻസ്പിറേഷൻ കൂടി ആയിരിക്കും ഈ സീരിയലിൽ നിന്നാണ്. ശരിയാണ്, അതൊരു നല്ലത്. ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് പെണ്ണായാലും എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല, നമ്മൾ പറയുന്നതിലാണ് കുഴപ്പം. ഏത് പ്രതിസന്ധികളെയും അവർ തരണം ചെയ്ത് മുന്നോട്ട് പോകും. അതാണ് അതുകൂടി സാധാരണ സീരിയലിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് തോന്നിയൊരു ആശയം, വലിയൊരു ആശയമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്.